ഹായ് ഫ്രണ്ട്സ്, ETF ട്രേഡിങ്ങിലൂടെ മാർക്കറ്റിൽ അത്യാവശ്യം റിട്ടേൺ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. സ്റ്റോക്കുകളുടെ അത്ര ഒരു വളറ്റൈൽ അല്ലാത്തതുകൊണ്ടും അത്യാവശ്യം ഒരു ഡൗൺവേർഡ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടും ഒരു സേഫ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് പൊതുവെ ETF കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഓരോ ഡിപ്പിലും ETF ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കാവുന്നതാണ്. ETF ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്ത് നിഫ്റ്റിയെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രേഡ് ചെയ്തും നമുക്കിതിൽ റിട്ടേൺ ഉണ്ടാക്കാൻ സാധിക്കും. ഈ മാർക്കറ്റിൽ ഫുൾ ടൈം ഇടപെടാൻ സമയമില്ലാത്തവർക്കും അതുപോലെ മാർക്കറ്റ് നോളജ് ഇല്ലാത്തവർക്കും ETF ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബെറ്റർ എങ്കിൽ, ട്രേഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ബൈ ഓൺ ഡിപ്പ് സെൽ ഓൺ ഹൈ എന്നുള്ള ഒരു രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് മാർക്കറ്റിനെ ടൈം ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല ഡിപ്പിൽ വന്നിട്ടുള്ള 6 ETF കുറിച്ചാണ് സംസാരിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ആദ്യത്തെ ETF സിൽവർ ബീസ് ആണ്. സിൽവർ പ്രൈസ്, വെള്ളിയുടെ പ്രൈസിനെ ട്രാക്ക് ചെയ്യുന്ന നിപ്പോൺ ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ETF ആണ് സിൽവർ ETF. 3 മാസത്തെ ആവറേജ് ഡെയിലി വോളിയം നോക്കുകയാണെങ്കിൽ 71,74,601 എന്നുള്ള ഒരു ഹൈ ലിക്വിഡിറ്റിയാണ് നമുക്ക് സിൽവർ ബീസിൽ കാണാൻ കഴിയുക. ഇത് ഒരു വർഷം നൽകിയ റിട്ടേൺ 14% മാത്രമാണ്. എന്നാൽ നിഫ്റ്റി നൽകിയ റിട്ടേൺ നമുക്കറിയാം അത് 24%. അപ്പോൾ നമ്മൾ ETF നമ്മൾ നിഫ്റ്റീൻ്റെ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഈ സിൽവർ ബീസ് നിഫ്റ്റിയെ ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മറ്റൊരു ഡാറ്റ പരിശോധിച്ചാൽ ഏറ്റവും അധികം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നൽകിയത് സിൽവർ ബീസ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വർഷത്തെ ലോ എന്ന് പറയുന്നത് 66 രൂപയായിരുന്നു, ഹൈ 100 രൂപയായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 51% ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് 66-ൽ നിന്ന് 100-ലേക്കാണ് ഹൈ പോയത്. എന്നാൽ നിഫ്റ്റിയുടെ ഒരു ഹൈയും ലോയും നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 18,837 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ലോ. അതിൻ്റെ ഹൈ 25,078 വരെ എത്തിയിരുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 33%. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയത് സിൽവർ ബേസിലാണ്. കാരണം 66 രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 100 രൂപയിൽ സെല്ല് ചെയ്തിരുന്നെങ്കിൽ 51% റിട്ടേൺ സിൽവർ ബീസ് നൽകുമായിരുന്നു. നിഫ്റ്റി അത്ര റിട്ടേൺ നൽകില്ലായിരുന്നു, 33% മാത്രമാണ് നൽകുക. പക്ഷെ ഇതൊരു കൺസെപ്റ്റ് മാത്രമാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് കൃത്യമായിട്ട് 66 രൂപയിൽ എൻ്റർ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് 100-ൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര സാധ്യമായ ഒരു കാര്യമല്ല. കാരണം മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ അത്രക്കും ദുഷ്കരമായൊരു കാര്യമാണ്. എങ്കിലും ഒരു 3% ഇടിവിൽ അല്ലെങ്കിൽ ഒരു 2% ഇടിവിൽ വാങ്ങുകയും ഒരു 5% ഹൈയിൽ വിൽക്കുകയും ചെയ്യുക എന്നൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും ഇവിടെ നല്ല റിട്ടേൺ സിൽവർ ബീസിൽ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. എങ്ങനെയാണ് ETF നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചിട്ട് വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്യാം, നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സിൽവർ ബീസിൻ്റെ പ്രൈസ് കഴിഞ്ഞ ഒരു മാസം 11% ഡൗൺ ആയിട്ടാണ് ട്രേഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഡൗൺ ആകാനുള്ള കാരണം യൂണിയൻ ബഡ്ജറ്റിൽ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും കസ്റ്റംസ് ഡ്യൂട്ടി 6% കുറച്ചത് ഈ 2 കമ്മോഡിറ്റികളിലും വലിയ തോതിലുള്ള പ്രൈസ് ഡിക്ലൈന് കാരണമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിൽവർ ബീസ് താഴ്ത്തുപോയത്. പക്ഷെ ഇത് നല്ലൊരു അവസരമായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഒരു പ്രൈസ് ലെവലിലാണ് ഇപ്പോൾ സിൽവർ ബീസ് നിൽക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ മോട്ടിലാൽ ഓസ്വാളിൻ്റെ നാസ്ഡാക്ക് 100 ETF ആണ്. ഇതിൻ്റെ കോഡ് MON100 എന്നാണ്. ഇത് നാസ്ഡാക്ക് 100 സ്റ്റോക്കുകളെ ട്രാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം നാസ്ഡാക്ക് എന്ന് പറയുന്നത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ്. നമ്മുടെ നിഫ്റ്റി പോലെ പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ്. ടെക്നോളജിക്കൽ കമ്പനികൾക്ക് കൂടുതൽ വെയിറ്റേജ് നൽകിയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണിത്. ഇപ്പോൾ കഴിഞ്ഞ 3 മാസത്തെ ഒരു ആവറേജ് ഡെയിലി വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ 7,98,086 എന്നുള്ള ഒരു മോശമല്ലാത്ത ലിക്വിഡിറ്റിയിലാണ് നമുക്ക് മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഈ ഒരു ETF കാണാൻ കഴിയുക. ഇത് ഒരു വർഷം നൽകിയ റിട്ടേൺ 27.89% ആണ്. നിഫ്റ്റി നൽകിയത് 24%. അപ്പോൾ നിഫ്റ്റിയേക്കാൾ നല്ല റിട്ടേൺ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നൽകിയിട്ടുണ്ട്. 5 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിലും അത് 190% റിട്ടേൺ നൽകിയിട്ടുണ്ട്. നിഫ്റ്റിയുടെ റിട്ടേൺ 118% മാത്രമാണ്. കൂടാതെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഇത് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ടായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ലോ 112 ആയിരുന്നു, ഹൈ 175 ആണ്. ഏകദേശം 56% ഒരു അവസരം ഈ സ്റ്റോക്കിൽ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ ഒരു മാസം ഈ സ്റ്റോക്ക് 7.17% ഡൗൺ ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതും നമുക്ക് വാച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ETF ആണ്. അപ്പോൾ അമേരിക്കയിലുള്ള റിസഷൻ ഫിയർ ആയിട്ട് ബന്ധപ്പെട്ട അമേരിക്കയിൽ ഭാവിയിൽ വലിയ റിസഷൻ വരും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ETF ഡൗൺ ആവാനുള്ള കാരണം നാസ്ഡാക്ക് 100-ൽ വലിയ ഡിപ്പ് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ETF താഴ്ത്തു പോയിട്ടുള്ളത്. എന്നാൽ നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൂടി ജിയോഗ്രഫിക്കലി ഡൈവേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പരിഗണിക്കേണ്ട ഒരു ETF ആണ് ഈ മോട്ടിലാൽ ഓസ്വാൾ നാസ്ഡാക്ക് 100 ETF. അടുത്തത് മിറായ അസറ്റിൻ്റെ
NYSE ഫാങ് പ്ലസ് ETF ആണ്. MA ഫാങ് എന്ന കോഡിലാണ് ഇത് നമുക്ക് കാണാൻ കഴിയുക. ഇത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഫാങ് പ്ലസ് എന്നുള്ള ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനെയാണ് ട്രാക്ക് ചെയ്യുന്നത്. ഈ ഫാങ് എന്ന് പറയുന്നത്, അതായത് FANG എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ആപ്പിൾ, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, അതുപോലെ ആൽഫബെറ്റ്സ്, ഗൂഗിൾ, അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ അടങ്ങിയ ഒരു ETF ആണിത്. ഇത് കൂടാതെ മറ്റ് 5 പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ സ്റ്റോക്കുകളും ഇതിലുണ്ട്. അതിൽ ചൈനയിലെ ആലിബാബ, അതുപോലെ BAIDU എന്ന് പറയുന്ന ബൈഡു, അതുപോലെ എൻവിഡിയ, ടെസ്ല, ട്വിറ്റർ പോലെയുള്ള ഇൻ്റർനാഷണൽ സ്റ്റോക്കുകളുടെയും ഒരു ETF ആണിത്. അതുകൊണ്ട് ഈ ഒരു ETF വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ETF ആണ്. 3 മാസത്തെ ആവറേജ് ഡെയിലി വോളിയം നോക്കുകയാണെങ്കിൽ 5,68,377 എന്നാണ് കാണാൻ കഴിയുക. നല്ല ഹൈ ലിക്വിഡിറ്റി ഇതിലും നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ 1 ഇയർ റിട്ടേൺ 48.65% ആണ്. നിഫ്റ്റിയുടെ 24% റിട്ടേൺ, ഡബിൾ റിട്ടേൺ നൽകിയ ഒരു ETF ആണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നല്ല തോതിലുണ്ടായിരുന്നു. കാരണം 59 എന്നുള്ള ലോയും അതുപോലെ 102 എന്നുള്ള ഹൈയുമാണ് കഴിഞ്ഞ വർഷം ഇത് ക്രിയേറ്റ് ചെയ്തത്. അതായത് 72% ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ഒരു മാസം 6.8% ഡൗൺ ആയിട്ടാണ് ഈ ETF നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ നാസ്ഡാക്ക് 100ൽ പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഹ്യൂജ് വോളറ്റിലിറ്റി കാരണമാണ് ഈ ഒരു ETF താഴേക്ക് പോയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അടുത്തത് നിപ്പോൺ ഇന്ത്യയുടെ തന്നെ മറ്റൊരു ETF ആയിട്ടുള്ള PSU ബാങ്ക് ബീസ് എന്ന് പറയുന്ന ETF ആണ്. ഇത് പ്രധാനമായിട്ട് നിഫ്റ്റിയിലുള്ള PSU ബാങ്കുകളുടെ ഇൻഡെക്സ് അതിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു ETF ആണ്. കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് ഡെയിലി വോളിയം നോക്കുകയാണെങ്കിൽ 35,66,000 എന്നുള്ള ഹൈ ലിക്വിഡിറ്റി നമുക്ക് ഈ ഒരു ETF കാണാൻ കഴിയും. കഴിഞ്ഞ ഒരു വർഷം ഈ ഒരു ETF നൽകിയ റിട്ടേൺ 50% മുകളിലാണ്. നിഫ്റ്റിയുടെ റിട്ടേൺ നമുക്കറിയാം 24% ആണ്. അതുപോലെ 5 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിലും അത് 164% ആണ്. നിഫ്റ്റിയുടേത് 118% ആണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നല്ല റിട്ടേൺ കിട്ടിയ ഒരു ETF ആണ് PSU ബാങ്ക് ബീസ് ETF. ഈ ETF-ലും നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. 49.55 എന്നുള്ള ലോ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ETF 90.39 എന്നുള്ള ഹൈയും ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം 83% ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഈ ETF-ൽ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം ഈ ETF-ഉം ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. 6.46% ഡൗൺ ആയിട്ടാണ് നമുക്ക് ഈ ETF കാണാൻ കഴിയുന്നത്. അടുത്തത് നിപ്പോൺ ഇന്ത്യയുടെ തന്നെ ETF ആയിട്ടുള്ള ബാങ്ക് ബീസ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ PSU ബാങ്ക് ബീസിൽ നിന്നും ഡിഫറെൻ്റ് ആണ് ബാങ്ക് ബീസ്. കാരണം ബാങ്ക് ബീസിൽ ഓവറോൾ ബാങ്ക് ഇൻഡെക്സ് ആണ്. അതിൽ പ്രൈവറ്റ് ബാങ്കുകളുണ്ട്, PSU ബാങ്കുകളുണ്ട്. ലീഡിംഗ് ആയിട്ടുള്ള ബാങ്കിങ് സ്റ്റോക്കുകളാണ് ഇതിലുള്ളത്. അതിൽ HDFC പോലെ, SBI പോലെയുള്ള ബാങ്കുകളും ഉണ്ട്. കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് ഡെയിലി വോളിയം നോക്കുകയാണെങ്കിൽ 10,05,040 എന്നൊരു ഫിഗറാണ് കാണാൻ കഴിയും. ഇത് നല്ല ഹൈ ലിക്വിഡിറ്റി ഇതിലും നമുക്ക് കാണാൻ കഴിയും. 1 ഇയർ റിട്ടേൺ 14.22 എന്നുള്ള വളരെ ലോ ആയിട്ടുള്ള റിട്ടേൺ ആണ്. നിഫ്റ്റിയേക്കാൾ താഴെയാണ്. നിഫ്റ്റിയുടെ ഏകദേശം പകുതി റിട്ടേൺ മാത്രമേ ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളൂ. ഇതിൻ്റെ ലോ 430യും ഹൈ 545 എന്ന പ്രൈസിലുമാണ് കാണാൻ കഴിയുക. അവിടെ ഒരു 26% ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഈ ഒരു ETF-ൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നിഫ്റ്റിയിൽ അതിൽ കൂടുതലുണ്ടായിരുന്നു. നമുക്കറിയാം നിഫ്റ്റിയുടെ 18,837 നിന്ന് 25,078 വരെ പോയിരുന്നു. 33% ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിലുണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയാലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയാലും ബാങ്ക് നിഫ്റ്റി അണ്ടർ പെർഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ടും നമ്മൾ ഈ ഒരു ഇൻഡെക്സ് പരിഗണിക്കുന്നതിനുള്ള ഒരു കാരണം ഈയിടെ വന്ന ചില റിപ്പോർട്ടുകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് പ്രൈവറ്റ് ബാങ്കുകൾ PSU ബാങ്കുകളെ അവരുടെ പെർഫോമൻസിൽ ഔട്ട് പെർഫോം ചെയ്തതായിട്ട് ബിസിനസ് റിസൾട്ടുകളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡെപ്പോസിറ്റ് ഗ്രോത്ത് Q1 ഏറ്റവും അധികം ഉണ്ടാക്കിയിട്ടുള്ളത് പ്രൈവറ്റ് ബാങ്കുകളാണ്. PSU ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഡിക്ലൈൻ ആയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വരും ക്വാർട്ടറുകളിൽ ബാങ്ക് നിഫ്റ്റിയും അതുപോലെ പ്രൈവറ്റ് ബാങ്കുകളും നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് നിഫ്റ്റി നമ്മളിവിടെ പരിഗണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം 4.64% ഒരു ഡൗൺ ആണ് നമുക്ക് ഈ ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത്. PSUവിൽ അത് 6.46 ആയിരുന്നു. അടുത്തത് നമ്മുടെ നിപ്പോൺ ഇന്ത്യയുടെ ETF ആണ്. ഗോൾഡ് ബീസ് എന്ന് പറയുന്ന ഈ ഒരു ETF വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ETF ആണ്. ഇത് ഗോൾഡ് പ്രൈസിനെ ട്രാക്ക് ചെയ്യുന്ന ETF ആണ്. കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് ഡെയിലി വോളിയം നോക്കുകയാണെങ്കിൽ 94,69,000 മുകളിൽ ട്രേഡിംഗ് വോളിയം കാണിച്ച ETF ആണിത്. ഹൈ ലിക്വിഡിറ്റിയാണ് ഈ ETF-നുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 18.96% ആണ്. നിഫ്റ്റിയുടെ റിട്ടേൺ 24% നമുക്കറിയാം. അതിൽ താഴെയാണ് ഇതിൻ്റെ റിട്ടേൺ. ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയേക്കാൾ നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഗോൾഡ് ബീസിൽ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയും. കാരണം ഇതിൻ്റെ ലോ 47.8 ആയിരുന്നു, ഹൈ 64.8 ആയിരുന്നു.
അപ്പോൾ അതിനിടയിൽ നമുക്ക് 35% ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇത് നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റിയുടേത് 33% ആണ്. അപ്പോൾ നേരിയൊരു ഡിഫറൻസിൽ നിഫ്റ്റി ചെയ്ത് ബീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 3.84% ഡൗൺ ആയിട്ടാണ് നമുക്ക് ഗോൾഡ് ETF കാണാൻ കഴിയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോൾഡ് ETF എപ്പോഴും നിഫ്റ്റി ഒരു ക്രാഷിലൊക്കെ വരുമ്പോൾ ഏറ്റവും അധികം നമ്മളെ സഹായിക്കാൻ പോകുന്നത് ഈ കമ്മോഡിറ്റി ETFകളായിരിക്കും. അപ്പോൾ ഗോൾഡും സിൽവറും വളരെ പ്രധാനപ്പെട്ട 2 കമ്മോഡിറ്റികളാണ്. അപ്പോൾ അത് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു സ്റ്റെബിലിറ്റി നൽകാൻ സഹായിക്കും. കൂടാതെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയും ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് താഴെയുള്ള കാരണം ആ ഒരു കസ്റ്റംസ് ഡ്യൂട്ടി 6% കുറച്ചത് കൊണ്ട് സംഭവിച്ചിട്ടുള്ള പ്രൈസ് ഡിക്ലൈൻ ആണ്. സിൽവറിൽ സംഭവിച്ചതുപോലെ തന്നെ ഗോൾഡിലും സംഭവിച്ചു. പക്ഷേ സിൽവർ വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ഫോളായി, ഗോൾഡ് അത്രമാത്രം പോയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഒരു 6 ETFകൾ നിങ്ങൾ കൂടുതൽ പഠനവിധേയമാക്കുക. സ്വന്തമായ ഒരു കൺവിക്ഷൻ ആയാൽ മാത്രം സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. യൂട്യൂബേഴ്സിൻ്റെയും മറ്റ് സ്റ്റോക്ക് ടിപ്പുകളുടെയും അടിസ്ഥാനത്തിൽ മറ്റും സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. Do your own study before investing. Thank you for watching. See you next time with another video.